ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോഴിക്കോടൻ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ ഇവിടെ വെച്ചിട്ട് നിർത്തിയാകുമ്പോൾ ഇന്നലെ കുറച്ച് നമ്മളെ ലാൻഡൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബീസ് ഉണ്ട്. പിന്നെ ഞാൻ ഇന്നും ലാൻഡൊക്കെ ചെയ്യും. പിന്നെ വേറെ എന്തെങ്കിലും പുതിയ കിട്ടിയാൽ നമുക്ക് ഇതൊക്കെ മാറ്റാം. പിന്നെ നമുക്ക് ഇത് ഇന്ന് മൈനിങ് പിന്നെയും ചെയ്യാം. വേറെ ഒന്നും കിട്ടൂലെന്ന് തോന്നുന്നു. വില്ലേജറിനെ കിട്ടിയ ഒരു ബ്രീഡർ അടുത്ത എപ്പിസോഡിലോ അല്ലെങ്കിൽ ഈ എപ്പിസോഡിലോ ചെയ്യും. അപ്പോൾ ഈ മൈനിങ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മൈൻ ചെയ്തിട്ട് കാണിക്കുക. നമുക്ക് ഒരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. വലുതായിട്ടൊന്നും മൈൻ ചെയ്യാണ്ട് തന്നെ അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തുടർന്ന് മൈനിങ് തന്നെ ചെയ്യാം. അങ്ങനെ ഗൈസ്, നമുക്കിതാ ഒരു വില്ലേജറിനെ കിട്ടി. ഇനി അങ്ങോട്ടേക്ക് ചിലപ്പോൾ വില്ലേജർ ഒന്നും കൂടി കിട്ടി നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാം ഇന്ന് തന്നെ. അപ്പം ഇവനെ നമുക്ക് മാറ്റി ഒരു സ്ഥലത്തേക്ക് നിർത്തണം. എവിടാ പോലെ നിർത്തുക? ഈ എന്തായാലും അവിടെ നിൽക്ക്. അങ്ങനെ കുറേ സ്ഥലത്ത് ഓടി കളിക്കരുത്. ഇന്ന് ഞാൻ കുറച്ച് ബ്ലോക്കൊക്കെ മൈൻ ചെയ്തിട്ട് എനിക്കുള്ള സ്ഥലം റെഡിയാക്കട്ടെ. അപ്പം ഞാൻ കുറച്ച് മൈൻ ചെയ്യാണ്. ഇന്നലെ നമ്മളൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിരുന്നു. നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ലേനു. ഓക്കെ, ഇതൊക്കെ നമുക്ക് പാത്തൊക്കെ വലുതാക്കണം. ക്രൗച്ച് ചെയ്ത് പോകേണ്ട വിദ്യയാണ് നമുക്ക്. ഓക്കെ, ഇവിടെ നിന്നിട്ട് ഇതടച്ചിട്ട് ഇങ്ങനെ മൈൻ ചെയ്താൽ മതി. ഇങ്ങനെ മൈൻ ചെയ്തിരുന്നാൽ ബ്ലോക്ക് വരും. എന്നാലും വെള്ളത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് മൈൻ ചെയ്തിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഈ കോബിൾ സ്റ്റോൺ. ഇനി ഇതൊക്കെ സ്ലാബാക്കണം. എന്നിട്ട് കാണിക്കാം. കേറടാ, കേറ് കേറ് കേറ്. ഇതാണ് എനിക്കിഷ്ടമില്ലാത്ത ഈ വില്ലേജസിൽ. ഇവനെ കയറ്റാൻ വേണ്ടി ഒരു ലോഡ് പാടും. ഞാൻ ഇവിടെ കേട്ടിട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ ഗൈസ്, നമ്മളിതാ അവനെ ആ വില്ലേജറിനെ ഇവിടെ കയറ്റിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇന്ന് തന്നെയാണ് ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് ലേറ്റ് ആയതാണ്. അപ്പോൾ മൈൻ ചെയ്തിട്ട് ഇനിയും വില്ലേജറിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞങ്ങളെ കാണിക്കാം. അങ്ങനെ അതാ രണ്ടാമത്തെ വില്ലേജറും വന്ന്. ഇവർ രണ്ടാളെ വെച്ചിട്ടൊരു ബ്രീഡർ ഉണ്ടാക്കണ്ടുള്ളൂ. കൂടി അവിടെ വെച്ചിട്ട് ഒരു ബ്രീഡർ ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ വെച്ചിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രീഡർ ഉണ്ടാക്കാൻ ഇതങ്ങനെ 5x5 ഉണ്ടാക്കണം. ഞാൻ അത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചുതരാം. ഇവിടെ നടുവിൽ വെള്ളിക്കുന്നിട്ട് അതിൻ്റെ പുറമെ ഇവിടുന്നൊക്കെ 5x5 വെക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ 5x5 വെക്കാം. എന്നിട്ട് ഇതൊക്കെ ടിൽറ്റ് ചെയ്യാം. ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മളിതാ ഇവിടെ മുഴുവനും ഇത് വെച്ച് ടിൽറ്റ് ചെയ്ത് ഇപ്പോൾ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ മുഴുവനും ഇവിടെയൊക്കെ ബ്ലോക്ക് വെക്കണം. മണ്ടന്മാര് പോവും അന്നെ. ഓക്കെ, ഇവിടെ മുഴുവൻ ബ്ലോക്ക് 2 അടി ഹൈറ്റിൽ ഞാൻ 2 ബ്ലോക്ക് ഹൈറ്റിൽ കെട്ടിയിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ എൻ്റെ ക്യാരറ്റും ഇല്ല. ഇന്ത്യയിലാണെങ്കിൽ ക്യാരറ്റും ഇല്ല. പിന്നെ ആകെയുള്ള പൊട്ടാറ്റോ വെച്ചിട്ട് ഇനി ബ്രീഡർ വർക്കാവാന്ന് അറിയില്ല. എന്തായാലും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വല്ല ഐഡിയ ഇതിൽ ചെയ്യാനുണ്ടെങ്കിൽ പറയണം. ഇതുകൊണ്ട് നടക്കും തോന്നില്ല. എന്തായാലും ഞാൻ കുറച്ച് വില്ലേജർമാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ KTൻ്റെ 2 എണ്ണത്തിന് ഇനി അതിൻ്റെ ഉള്ളിലാണ് വേണമെങ്കിൽ വർക്ക് സ്റ്റേഷൻ എടുത്ത് കൊണ്ടുപോയി അവർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ കോബിൾ സ്റ്റോൺ ഒരു സ്റ്റാക്ക് കൃത്യം എടുത്തതിന് ഞാൻ
കബിൾ സ്റ്റോൺ ജനറേറ്റർ വീട്ടിൽ പുതിയ പിക്കാക്സ് ഒക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇനി ഇവിടെ വെള്ളം ഒഴിക്കണം. ഇനി ഇതാ ഈ രണ്ടാൾക്കാരെ ഇതാ ഇവിടെ അടിയിൽ ഈ രണ്ടാൾക്കാരെ ഇവിടെ വെച്ചിട്ടുണ്ട്. അടിയിലേക്ക് വെള്ളം ഒഴിച്ച് അവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ഞാൻ അത് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം ഞാനിതാ ഇവിടെ കുറേ ദിവസമായി കളിച്ചിട്ട് ഈ മൈൻക്രാഫ്റ്റ്. അപ്പം നമ്മളെ കൂടെ ഹോസിലുണ്ട്. ഇന്ന് ശനിയാഴ്ച 13-ാം തീയതിക്ക് ഈ വീഡിയോ വരാം, ജൂലൈ 13-ന്. ഞാനിവിടെ വെള്ളമൊക്കെ ഒഴിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. ബ്രീഡർ ഉണ്ടാക്കാനാണ്. ബ്രീഡറൊന്നും എന്തായാലും ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാലും അതിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ ഈ പൊട്ടാറ്റോ വളർന്നാൽ വേണം നമുക്ക് ഉണ്ടാക്കാൻ. അപ്പം അതാ ഇവ ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് മേലേന്ന് വന്നിട്ട് ബ്രീഡായിട്ട് വരുന്ന വില്ലേജർ ഇവിടെ എത്തും. അതിനെ പിടിച്ചിട്ട് എല്ലാ അയൺ ഫോം ഒക്കെ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബ്രീഡർ. ഇന്ന് ചിലപ്പോൾ ബ്രീഡർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, കാരണം ആ പൊട്ടാറ്റോ ഒക്കെ വളർന്നിട്ടണം. മഴയൊക്കെ വീണ്ടും ഓക്കെ, ഈ വൈക്ക് ഇങ്ങനെ കുട്ടി സോമ്പിക്ക് പോകാൻ കഴിയും. അതും കൂടി ഒന്ന് ഞാൻ അടച്ച് വെക്കാം. അങ്ങനെ ഞാൻ സൈൻ ബോർഡൊക്കെ വെച്ച് ഇവിടെ അതും ഇതൊക്കെ ആക്കി ഗ്ലാസ്സൊക്കെ വെച്ച് ഇനി ഇവിടെ വില്ലേജർ വന്നെങ്കിൽ കാണാം. എന്നിട്ട് ട്രേഡറൊക്കെ ഉണ്ടാക്കാം. ട്രേഡിങ് ഫാം വരെ ഇപ്പം എന്ത് ലാഗാണ്. ബഗ് റോക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഹിന്ദി വെറുതെ പറയുന്നുണ്ടത് ബഗ് റോക്ക് എഡിഷൻ. ഇവിടെ ഇതൊക്കെ വെച്ചിട്ട് സെറ്റപ്പാക്കുക. ഇവിടെ ബെഡൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എന്നിട്ട് കാണിച്ചു തരാം. നല്ല ലാഗുണ്ട്.